ഹലോ, ബിരിയാണിയുടെ സ്റ്റേറ്റസ് കണ്ട് ചോദിച്ചു കുറച്ച് പേര് എന്നോട് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, തൈര്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ്, ഇതൊക്കെ കൂടി കൂട്ടി തിരുമ്പിയിട്ട് 1 മണിക്കൂറോളം അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു സബോള മതിയെ നീളത്തിലരിയ, ക്യാരറ്റ് നീളത്തിലരിയ, തക്കാളി വട്ടനരിയ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുകൂടാതെ ഞാൻ വാങ്ങിയ ഒരു കുഞ്ഞി പൈനാപ്പിൾ ഉണ്ട്, അതിന്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. ഈ റൈസിലിടാൻ കുനുകുനാന്നരിഞ്ഞ് അത് മാറ്റി വെക്കാം. അതുപോലെ ഞാൻ റൈസ് എടുത്തേക്കണത് നമ്മുടെ ജീരകശാല അരിയാണ്. അത് വേവിക്കാനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, എല്ലാവർക്കും അറിയാലോ അല്ലെ, വറ്റിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് വെക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ എന്നിട്ട് പട്ട, കറിയാമ്പൂ, ഏലക്കായ, കുറച്ച് കുരുമുളക് അത് വേണം റൈസ് വേവിക്കാനായിട്ട്. പിന്നെ എന്നിട്ടാ അരി കഴുകി വാല വെക്കണം പ്രത്യേകിച്ച്. പിന്നെ ഞാൻ ഈ ബിരിയാണി ഇല വാട്ടി അതിലാണ് കേട്ടോ പാക്ക് ചെയ്തത്. കാരണം അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ഒരു പാൻ വെക്കുന്നു, അതിലേക്ക് ഗീ ഇടുന്നു, പിന്നെ പട്ട, കറിയാമ്പൂ, ഏലക്കായ ഇടുന്നു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു, പിന്നെ അതിനുശേഷം സബോള വഴറ്റുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നു, അതുകൊണ്ട് പിന്നെ ഇടുന്ന കാര്യങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ക്യാരറ്റും പൈനാപ്പിളും ടൊമാറ്റോ ഒക്കെ ഇട്ടു, വെള്ളം ഒഴിച്ചു, മല്ലിയില, ചെറുനാരങ്ങയൊക്കെ ഇട്ടു, സൈഡിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വാല വെച്ചേക്കണ അരിയിടാം. അമ്മൂസാണ് കേട്ടോ ക്യാമറമാൻ. അവള് പറഞ്ഞു, അമ്മ ഞാൻ വരാം ഷൂട്ട് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, എന്താ ഉദ്ദേശം? ഞാൻ ഫ്രൈ ചെയ്യണ ചിക്കൻ അടിച്ചു മാറ്റാൻ വേണ്ടി വരുന്നതാണ്. വല്ല സാമ്പാർ അവിയലാണ് ഈ ഭാഗത്തേക്ക് അവളെ കാണില്ല. ഓക്കെ, നമുക്ക് ഇനി ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, സബോള, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ഇടാ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞതിന് ശേഷം അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ചേർക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിച്ചു മാറ്റാൻ വന്നു. അത് കഴിഞ്ഞ ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുറുകണ വരെ ഒന്ന് വേവിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് വറുത്ത് വെച്ചേക്കണ ചിക്കൻ അതിലേക്ക് ഇടാം. ഇട്ടിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. അങ്ങനെ അത് 10 മിനിറ്റ് ഇരിക്കുക സൈഡിൽ കൂടെ. പിന്നെ നമുക്ക് ഇല വാട്ടാം. പിന്നെ സർലാസ് കേട്ടോ, പുതിനയിലും പച്ചമുളകും തൈരും കൂടി മിക്സിയിലടിക്കുക. ക്യാരറ്റും സബോളയും കുക്കുമ്പറൊക്കെ പിന്നെ അരിഞ്ഞ് അതിൽ മിക്സ് ചെയ്യുക. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണേ. പിന്നെ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, അത് ഓരോ പീസ് ചോറിൻ്റെ ഒപ്പം കൊടുക്കുക, അടിപൊളിയായിരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിലൊരു ബീട്രൂട്ടിന് സംഭവം ഉണ്ടല്ലോ, അത് ബീട്രൂട്ടും സബോളയും ക്യാരറ്റും കൂടിയിട്ട് നല്ലപോലെ വിനീഗറും പഞ്ചസാരയും ഉപ്പും കൂടി കൂട്ടി തിരുമ്പിയതിന് ശേഷം കുറച്ചു നേരം വെച്ചിട്ട് അതിന്റെ ചാറ് പിഴിഞ്ഞ് കളഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. സൈഡിൽ കണ്ടത് ഗ്ലാമറായിട്ടിരിക്കുന്നത്. പിന്നെ അത് ഇല വാട്ടി എല്ലാം പൊതിഞ്ഞ് പേപ്പർ നമ്മുടെ മദീനത്തെ ബുക്കിലേക്ക് കിട്ടി, അത് വെച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എടുത്ത് വെക്കുക. അത് വൈകിട്ടാവുമ്പോൾ ഈ സാധനം തുറന്ന് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. വാവ്.